കെ സുധാകരൻ കൂടോത്ര വിവാദത്തിൽ 2 അസിസ്റ്റന്റ് കമ്മീഷണർമാർക്ക് അന്വേഷണ ചുമതല. കണ്ടോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറും സൈബർ സെക്യൂരിറ്റി അസിസ്റ്റന്റ് കമ്മീഷണറുമാണ് മേൽനോട്ടം വഹിക്കുക. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ജി സ്പർജൻ കുമാറാണ് നിർദ്ദേശം നൽകിയത്. വിവരങ്ങളുമായി വിജിൻ വായന്തോട് ചേരുകയാണ്. വിജിൻ, എന്തൊക്കെയാണ് ഇതിൽ നിർദ്ദേശത്തിൽ പറയുന്നത്? അജിംഷാദ്, ഇന്നലെയാണ് ഈ കേരള കോൺഗ്രസ് എം നേതാവായിട്ടുള്ള എച്ച് ഹാഫിസ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പരാതി DGPക്ക് നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ DGP ഈ പരാതി സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ 2 അസിസ്റ്റന്റ് കമ്മീഷണർമാർക്ക് അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. കണ്ടോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറും സൈബർ സെക്യൂരിറ്റി അസിസ്റ്റന്റ് കമ്മീഷണർക്കുമാണ് മേൽനോട്ടം ചുമതല. എന്തായാലും ഈ കേസ് ഒരു വലിയ തരത്തിൽ ഉള്ള പ്രത്യേകതയുള്ള കേസാണ്. ഏത് രീതിയിൽ അന്വേഷിക്കണം എന്ന കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ കൂടോത്രം കണ്ടെത്തിയ സ്ഥലങ്ങൾ പല സ്ഥലങ്ങളിലുമാണ്. ഒന്ന് KPCC ഓഫീസിൽ നിന്ന് കണ്ടെത്തി എന്ന് പറയുന്നുണ്ട്. ഒന്ന് കണ്ണൂരിലെ സുധാകരന്റെ വസതിയിൽ നിന്ന് കണ്ടെത്തിയതിന്റെ തെളിവുകൾ പുറത്തു വരികയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ ദില്ലിയിലെ ഓഫീസിലും ഇത്തരത്തിൽ കൂടോത്രം ഉണ്ടായിരുന്നു എന്ന വെളിപ്പെടുത്തൽ ഒക്കെ നടന്നിട്ടുണ്ട്. അങ്ങനെ ഒരു വിചിത്രമായ ഒരു കേസായതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ അന്വേഷിക്കണം എന്ന കാര്യത്തിൽ ഉൾപ്പെടെ തീരുമാനമെടുക്കേണ്ടതുണ്ട്. ഈ കെ സുധാകരനെ അപായപ്പെടുത്താൻ കോൺഗ്രസിൽ നിന്ന് ശ്രമം നടക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് എച്ച് ഹാഫിസ് പരാതി നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു വിശദമായ പരിശോധന ഉൾപ്പെടെ നടത്തിയതിനു ശേഷമാകും FIR ഉൾപ്പെടെ ഇടുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും. ഇതിൽ ഏത് തരത്തിലാണ് ഇന്ത്യൻ നിയമപ്രകാരം ഒരുപക്ഷെ FIR ഇടാൻ സാധിക്കുക? ഒരുപക്ഷെ ഒരാളെ ബോധപൂർവം നശിപ്പിക്കണം എന്ന താല്പര്യത്തിൽ ചിലർ പ്രവർത്തിച്ചു എന്ന അർത്ഥത്തിലൊക്കെ ചെയ്യാമെങ്കിൽ പോലും ഇത് ചില തടസ്സങ്ങൾ അത്തരത്തിലില്ലേ? ഈ എച്ച് ഹാഫിസിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രാഥമിക നടപടി എന്ന രീതിയിൽ പോകുന്നുണ്ടെങ്കിലും അതിന് മുന്നോട്ട് പോകാനാകുമോ? അതാണ് ഒരു പോലീസിനെയും കുഴക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അജിംഷാദ്. ഇതിൽ നിലവിൽ സംസ്ഥാനം ഇത്തരത്തിൽ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായി പുതിയൊരു നിയമം കൊണ്ടുവരാനിരിക്കുകയാണ്. അതിന്റെ ആലോചനയിലാണ് സംസ്ഥാന സർക്കാർ ഉള്ളത്. എലത്തൂരിലെയൊക്കെ വിഷയം മുൻനിർത്തിയാണ് അത്തരത്തിലുള്ളൊരു നടപടിയിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നത്. അത് ഇപ്പോൾ നിലവിൽ എന്തായാലും ഏത് രീതിയിൽ ഇങ്ങനെ ഒരു കൂടോത്രം എന്ന ഒരു അന്ധവിശ്വാസത്തിന്റെ ഭാഗമായി ഏത് രീതിയിൽ അന്വേഷണം നടത്തുമെന്ന കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കെ സുധാകരൻ നേരിട്ട് ഒരു പരാതിയും നിലവിൽ നൽകിയിട്ടില്ല. ഇത് മറ്റൊരാൾ വഴി സുധാകരനെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു പരാതിയാണ്. അതിൽ ഏത് രീതിയിലുള്ള അന്വേഷണം, ഏത് രീതിയിലുള്ള FIR ഇടണമെന്ന കാര്യത്തിലൊക്കെ ഒരു തീരുമാനത്തിലേക്ക് പോലീസിന് എത്തണം. എന്തായാലും പ്രാഥമികമായി ഇപ്പോൾ എങ്ങനെ അന്വേഷണം നടത്താമെന്നുൾപ്പെടെയുള്ളവ പരിശോധിക്കാനാണ് 2 അസിസ്റ്റന്റ് കമ്മീഷണർമാർക്ക് ചുമതല നൽകിയിരിക്കുന്നത്. അജിംഷാദ്. ശരി, വിജിൻ വായന്തോടാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും കൂടോത്ര വിവാദത്തിൽ, കെ സുധാകരനെതിരായ കൂടോത്ര വിവാദത്തിൽ ഇപ്പോൾ അന്വേഷണത്തിലേക്ക് പോകുന്നു. 2 അസിസ്റ്റന്റ് കമ്മീഷണർമാർക്കാണ് അന്വേഷണ ചുമതല. എച്ച് ഹാഫിസ് എന്ന കേരള കോൺഗ്രസ് എം നേതാവിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ പോലീസ് നീങ്ങുന്നത്. ഇതിനായുള്ള നിർദ്ദേശം കമ്മീഷണർ ജി സ്പർജൻ കുമാർ നൽകുകയും ചെയ്തു. ഇതിൻ്റെ വിവരങ്ങളാണ് വിജിൻ വായന്തോട് നൽകിയത്.